ഒടുവിൽ ഡൽഹിയിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുകയാണ്. BJPയെ തകർക്കാനായി ഡൽഹിയിൽ ഇതാ ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അഥവാ ഇന്ത്യ മുന്നണി. കോൺഗ്രസും AAPയും അവിടെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി കോൺഗ്രസിനും കിട്ടില്ല, AAPക്കും കിട്ടില്ല. BJP ഇനി ഡൽഹി പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന രീതിയിൽ അതാ ആ പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. BJPയെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് CPI ആണ് ഡൽഹി പിടിക്കാനായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 6 സ്ഥാനാർത്ഥികളെയാണ് CPI BJPയെ വിറപ്പിക്കാൻ ഡൽഹിയിൽ നിർത്താൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബൃന്ദ കാരാട്ടാണ് ഈ കാര്യം പറഞ്ഞത്. BJP ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു, BJP ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തോറ്റു തുന്നം പാടും എന്നാണ് CPI പറയുന്നത്. ഇതോടുകൂടി BJPയുടെ കാര്യത്തിൽ ആശങ്ക വന്നിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക, വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സകല പാർട്ടികൾക്കും ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടി ഡൽഹിയിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു, ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇതോടുകൂടി ഡൽഹിയിൽ ഇനി CPIയുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ മാത്രം ചർച്ച നടത്തിയാൽ മതി. അവർ ഏകദേശം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CPIയുടെ രംഗപ്രവേശനത്തോടുകൂടി രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ഉടനെ തന്നെ CPI ടിക്കറ്റ് നൽകും. ഇതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആശങ്കാകുലനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPI മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. 6 നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കും. പോരാത്തതിന് മറ്റ് സീറ്റുകളിൽ BJPയെ തോൽപ്പിക്കാനുള്ള പാർട്ടിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കും എന്നാണ് പറയുന്നത്. ഡൽഹിയിലെ പൊളിറ്റിക്സിലെ ഒരു കിങ് മേക്കർ ആകാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് CPI പറയുന്നത്. 6ൽ 2 CPIM ആണ് മത്സരിക്കാൻ പോകുന്നത്. 8ാം ജാർഖണ്ഡ് സംസ്ഥാന കോൺഗ്രസിൽ പങ്കെടുത്ത ബൃന്ദ കാരാട്ടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൽഹി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ തലസ്ഥാനം ഭരിക്കാനായി കേരളത്തിലുള്ള ആരെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ. CPM ഡൽഹിയിലെ 6ൽ 2 മത്സരിക്കും. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ BJPയെ പരാജയപ്പെടുത്താൻ ഇടതു പാർട്ടികൾക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഡൽഹിയിലെ 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2025 ഫെബ്രുവരി 5-ന് നടക്കും. 28-ന് ഫലം പ്രഖ്യാപിക്കും. ഫലം പ്രഖ്യാപിക്കുന്നത് കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടി. എന്തായാലും ഇവരുടെ രംഗപ്രവേശനത്തോടുകൂടി വലിയ ആശങ്കയിലാണ് BJP എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.